മുതൽ 23 വരെ കൊല്ലപ്പള്ളി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു അഖില കേരള വോളിബോൾ ടൂർണമെന്റ് ജനകീയമായി നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. 8 ടീമുകൾ പുരുഷ വിഭാഗത്തിലും 2 ടീമുകൾ വനിതാ വിഭാഗത്തിലും പങ്കെടുക്കുന്നു. ഇതിന്റെ ഉദ്ഘാടനം ആരാധനായ പാലായുടെ പ്രിയപ്പെട്ട MLA-യും മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ താരവുമായ ശ്രീ മാണി സീകാപ്പൻ അവർ നിർവഹിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, വിവിധ സംഘടനകളുടെ നേതാക്കൾ, ഇവരെല്ലാം ക്ലബ്ബുകളുടെ പ്രസിഡന്റുമാർ എല്ലാവരും ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതാണ്. ഒരു കാലത്ത് പാലാ പ്രദേശത്ത് വോളിബോളിന്റെ ഈറ്റിലം എന്നറിയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് പാലാ പ്രദേശത്ത് വോളിബോളിനെ കാണാൻ പോലില്ലാത്ത ഒരവസ്ഥയാണ്. ഇതിൽ നിന്നൊരു മാറ്റം വരുത്തുന്നതിനും യുവതലമുറയെ മയക്കുമരുന്നിൽ നിന്നും മാറ്റിയെടുക്കുന്നതിന് കായിക രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് ഒരു പറ്റം ചെറുപ്പക്കാർ കൊല്ലപ്പള്ളിയിൽ ഒത്തുകൂടി ഇങ്ങനെയൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. 15 ലക്ഷം രൂപ മുടക്കി 2018-20 കാലഘട്ടത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ ഈ വോളിബോൾ കോർട്ടിന്റെ അനുബന്ധ സൗകര്യങ്ങൾ നടത്തുകയും കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപ വെച്ച് ഫ്ലഡ് ലിസ്റ്റ് ആക്കുകയും ചെയ്തു. സ്റ്റേഡിയം പഞ്ചായത്ത് ആണ് ഇതിന്റെ വൈദ്യുതി ചാർജ് അടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ അന്യം നിന്ന് പോയ വോളിബോൾ കോർട്ടുകൾ, അത് ഇപ്പോൾ എവിടെയും ഒരു കോർട്ട് കണ്ടെത്തുവാൻ പോലും സൗകര്യമില്ലാത്തൊരവസ്ഥയിലാണ്. മുഴുവൻ കെട്ടിടങ്ങളൊക്കെ പണിത് യുവജനങ്ങൾക്ക് കളിക്കുവാൻ അവസരമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ പഞ്ചായത്ത് അതിന് മുൻകൈ എടുത്തുകൊണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ക്ലബ്ബുകൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എല്ലാവരും സപ്പോർട്ട്, മർച്ചന്റ് അസോസിയേഷൻ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ടൂർണമെന്റിന് അവിടുത്തെ പഞ്ചായത്തിലുള്ള മർച്ചന്റ് അസോസിയേഷന്, പഞ്ചായത്ത്, വിവിധ ക്ലബ്ബുകൾ, വിവിധ സംഘടനകൾ, തൊഴിലാളി യൂണിയനുകൾ, കർഷകര്, ജനപ്രതിനിധികൾ, ഇവരെല്ലാവരുടെയും സഹായത്തോടെയാണ് ജനകീയ വോളി ആയിട്ടാണ് ഈ ടൂർണമെന്റ് നടത്തുന്നത്. പുരുഷ വനിതാ ടീമുകൾ 10 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ താരങ്ങളും സ്റ്റേറ്റ് താരങ്ങളും ഉൾപ്പെടെ എല്ലാ കളിക്കാരും വളരെ വാശിയേറിയ ഒരു വോളിബോൾ മാമാങ്കമാണ് ഇവിടെ നടക്കുന്നത്. ഈ കൊല്ലപ്പള്ളിയിലെ വോളിബോൾ ടൂർണമെന്റ് കണ്ടാസ്വദിക്കുന്നതിനും ഈ നാട്ടിലെ, ഈ ജില്ലയിലെ എല്ലാ വോളിബോൾ പ്രേമികളെയും കായിക പ്രേമികളെയും നാട്ടുകാരെയും ഞങ്ങൾ കൊല്ലപ്പള്ളി പഞ്ചായത്ത് സ്റ്റേഡിയത്തിലേക്ക് ഹാർദമായി ക്ഷണിച്ചുകൊടുക്കുന്നു. 21 വരെ നടക്കുന്ന ഈ ടൂർണമെന്റിന് വിപുലങ്ങളായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഏതാണ്ട് 10 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഈ ടൂർണമെന്റിന് ഒരു മാസക്കാലമായിട്ട് വളരെ ഒരു ടീമിന്റെ തന്നെ പ്രയത്നം ഇതിന് പിന്നിലുണ്ട്. കൊല്ലപ്പള്ളിയിലെ ഒരു പറ്റം ചെറുപ്പക്കാർ രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ, ജാതി വർഗ വ്യത്യാസമില്ലാതെ അണിനിരുന്ന് ഒത്തുകൂടി ഈ ടൂർണമെന്റ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ടൂർണമെന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയ വോളിബോളിലെ പുതിയ തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു പറ്റം ചെറുപ്പക്കാർ ചേർന്ന് രൂപം കൊടുത്ത്, അതിനുശേഷം ഈ ടൂർണമെന്റിന് ശേഷം നമുക്കൊരു ലക്ഷ്യം പുതിയ തലമുറയെ വാർത്തെടുക്കുകയും, അതായത് പുതിയൊരു കോച്ചിങ് ക്യാമ്പ്, അതുപോലെയുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ടൂർണമെന്റ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ടൂർണമെന്റ്, ഈ 8 ദിവസക്കാലത്തെ ഈ ടൂർണമെന്റിന് പരസ്യ ചെലവുകളും അതുപോലെ തന്നെ വരുന്നുണ്ട്. അത് വിപുലമായ ഒരുക്കങ്ങൾ നമ്മൾ അതിനുവേണ്ടി തന്നെ നടത്തിയിട്ടുണ്ട്. എല്ലാ രീതിയിലും, അതായത് കോർട്ടിലും അതുപോലെ പബ്ലിസിറ്റിയിലും ടീമിന്റെ ഏറ്റവും മികച്ച കേരളത്തിലെ 10 ടീമുകളാണ് പങ്കെടുക്കുന്നത്. അപ്പൊ എല്ലാ രീതിയിലും സംഘാടന മികവ് കൊണ്ട് വ്യത്യസ്തമായ ഒരു മുഖമാണ് ഈ ടൂർണമെന്റ് കമ്മിറ്റി ഈ ടൂർണമെന്റിന് കൊടുത്തിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ വോളിബോളാണോ അതോ ഇതിനു മുമ്പുണ്ടായിരുന്നു? കേരളത്തിൽ, അതായത് കൊല്ലപ്പള്ളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ വോളിബോൾ ടൂർണമെന്റ് നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ജനകീയമായിട്ട് ഈ വോളിബോൾ ടൂർണമെന്റ് നടത്തുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു സ്റ്റേഡിയം നിലവിൽ വന്നതിന് ശേഷം ഒരു പ്രമുഖമായ ഒരു ടൂർണമെന്റ് ആണോ ഇത്? ഇങ്ങനെ ഒരു ടൂർണമെന്റ് ആണ് ആദ്യമായിട്ടാണ്. ഇത് എത്ര നാളായി സ്റ്റേഡിയം നിലവിൽ വന്നിട്ട്? സ്റ്റേഡിയം പണ്ടോട്ടേ ഉള്ളതാണ്. സ്റ്റേഡിയം നന്നാക്കി ഗ്യാലറി ഒക്കെ ആയിട്ട് 4-3 വർഷമായി. പിന്നെ ലൈറ്റ് ഇട്ടത് ഈ വർഷം